ഹേ ഗായ്സ്, ഇന്നും നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇന്നൊരു ഡ്രിങ്കും കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 2 സ്നാക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തെ സ്നാക്സ് നമുക്കൊരു പോള ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 100 ഗ്രാമോളം ബീഫ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിന് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇതൊരു 3-4 വിസിലിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു മാവ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ, 1 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ലൂസ് ബാറ്ററാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മൈദ ദോശക്കൊക്കെ ചെയ്തെടുക്കൂലേ, അതേപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചില്ലി ഫ്ലെക്സ് ഇട്ടത് വെച്ചാൽ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ആ ദോശ ചുട്ടെടുക്കുമ്പോൾ അതിന് വേണ്ടി മാത്രം ഇട്ടെന്നുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ദോശ ഇതുപോലെ നൈസായിട്ട് അതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം വലുപ്പം വേണം, എന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ പോളച്ചെമ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സും കൂടി റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ചെറുതായി കട്ട് ചെയ്ത ഉള്ളി 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം വാടാൻ നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബീഫ് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് ആ 1 സ്പൂണും കൊണ്ടായിട്ട് അതും കൂടി ചെയ്തത്. അതിൽ നല്ല മസാല ഉണ്ട്, അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് കൊടുക്കുക. 2 ടീസ്പൂണ് ബീഫ് മസാലയും 1/4 ടീസ്പൂണോളം എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അധികം വെള്ളം വേണ്ട. ഈ ബീഫും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തുള്ളി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്ന് മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി 2 കോഴിമുട്ട അതുപോലെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 2 ടീസ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തോളി, കുഴപ്പമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിതാ ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയിൽ നമ്മൾ ദോശ ചുട്ട് വെച്ചത് നമുക്ക് എന്ത് ചെയ്യാം, വെച്ച് കൊടുക്കുക. ആദ്യത്തെ ലെയർ ദോശ വെച്ച് കൊടുക്കുക. 1-2 വെച്ച് കൊടുക്കുക കേട്ടോ, ഞാൻ 1 വെക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ മുക്കുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, പിന്നെ ദോശ വെച്ച് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയും തോന്നുന്നു, അറിയാത്തവർ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ. എന്നിട്ട് എല്ലാം മസാലയൊക്കെ കുറച്ച് മതി, കുറേ ആവണ്ട, കുറച്ചീച്ച മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശ വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റത്തെ ദോശ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് എയറൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായി കിട്ടും. 10 മിനിറ്റിന് ശേഷം തുറന്നു കൊടുക്കുക. നല്ലപോലെ സെറ്റായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, മേൽഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മസാല ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും കേട്ടോ. അപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല തണിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നല്ല എരിവായിരിക്കില്ല, അധികം പേർക്കും ഇഷ്ടമാവുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ലെയറായിട്ട് നല്ല പോലെ ഫില്ലിങ്സ് ഉണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്നാക്സിലേക്ക് പോയാലോ. ഞാനിതാ മോമോസിൻ്റെ ഷേപ്പിൽ ഫ്രൈ ആക്കിയതും സ്റ്റീം ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് 1 കപ്പ് മൈദയും കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്.
അത് കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പണിയാവും കേട്ടോ. എന്നിട്ട് ചപ്പാത്തി മാവിലും കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കി ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതേപോലെ കുഴച്ച് നല്ല പോലെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചാൽ മതി, അപ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ മേലെ കുറച്ച് എണ്ണയും കൂടി തടവിയിട്ട് ഒന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ എണ്ണ തടവിയിട്ട് ഇതടം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്, മൂടി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. എല്ലില്ലാത്ത പീസ് ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക, ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. മസാലപ്പൊടികൾ അധികം ചേർക്കേണ്ട, കുത്തുന്ന ഇതായി പോകും കേട്ടോ. കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മളവിടെ മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ലപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതുപോലെ നല്ല വെന്തിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിൻ്റെ മുന്നായിട്ട് ഞാനിതാ കുറച്ച് വെജീസൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, അതുപോലെ ലെറ്റ്യൂസിൻ്റെ ആ ലീഫും കൂടി എടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കനും ചോപ്പറിൽ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മയോണീസും കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. ആ ചിക്കൻ്റെ കുറച്ച് കെച്ചപ്പ് കുറച്ച് മാത്രം മതിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു മധുരമായി പോവും. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങനെ ഒന്ന് നിറയ്ക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മയോണീസും ആ ഒരു വെജീസൊക്കെ നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ കട്ട കൂടി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ച് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. കുറച്ച് സ്റ്റിക്കി ആയിട്ടല്ല നമ്മൾ കുഴച്ചെടുത്തത്. അപ്പോൾ ഇതാ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചപ്പാത്തീൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളടുത്ത് എന്താ ഉള്ളത് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഞാനിതാ നടുഭാഗത്തായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് വേണം കേട്ടോ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ എല്ലാ ഭാഗവും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, അതുപോലെ ആക്കിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് ഒരു ആവിപ്പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അടിയിൽ വേണമെങ്കിൽ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ 1-2 ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മേൽഭാഗവും അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയി കിട്ടും. ഞാൻ വെച്ചിട്ടൊരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മൈദയല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല, അടിയിൽ ബ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. പിന്നെ അവന് കുറച്ച് വേറൊരു ഷേപ്പിലാക്കിയിട്ട് ഞാനത് എന്ത് ചെയ്യും, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ 2 റെസിപ്പി ആയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. ഇതാ നല്ലപോലെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് കോരിയെടുക്കുക. അപ്പോൾ അതിൽ 2 സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് എന്ന് പറയില്ലേ, അത് വത്തക്ക വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും കൂടി ഒന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ട് വത്തക്ക മുറിച്ചെടുത്തിട്ടുണ്ട്, കുഞ്ഞു പീസാക്കിയിട്ട്. അതിലേക്ക് കസ്കസ് കുതിർത്തി വെച്ചതും പിന്നെ നമുക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാല്, മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി കൊടുത്താൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ നോമ്പിനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. നോമ്പിനല്ല, പൊതുവേ ഉച്ചക്കൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതുകൊണ്ട് ഐസ് ക്യൂബ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ അപ്പം കുടിക്കാനാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.